മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായതോടെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഹാട്രിക് വിജയം ലക്ഷ്യം വെച്ചാണ് LDF രംഗത്തുള്ളതെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. അതേസമയം അട്ടിമറി വിജയം ലക്ഷ്യം വെച്ച് NDAയും മത്സര രംഗത്ത് സജീവമാണ്. 10 വർഷം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന മണ്ഡലമാണ് നെയ്യാറ്റിൻകര. മണ്ഡലത്തിലെ ഭരണത്തുടർച്ച ലക്ഷ്യം വെച്ച് സിറ്റിംഗ് MLA ആൻസലനെ തന്നെയാണ് ഇത്തവണയും LDF രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ആൻസലന്റെ വിജയം. ഇത്തവണയും മണ്ഡലം കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് ആൻസലൻ. കിഫ്ബി വഴി 2,000 കോടി രൂപയുടെ വികസനം മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ച അനിവാര്യമാണെന്നും K. ആൻസലൻ പറഞ്ഞു. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം 2,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. അതിൽ പലതും പൂർത്തീകരിച്ചു, പലതും പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ്. തീർച്ചയായും നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നെയ്യാറ്റിൻകര ടൗൺ. വടക്കിഞ്ചെന്ന നഗരസഭയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു വികസന സാധ്യത ഇവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പാർട്ട്, ലോജിസ്റ്റിക് പാർക്കെല്ലാം ഇവിടെ തന്നെ ടൗണിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്ഥലമെടുപ്പ് മറ്റു കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങളും വികസനങ്ങളും ഒക്കെ സാധ്യമാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള MLAയും ഉണ്ടാകണമെന്ന് ജനങ്ങൾ കരുതുന്നു. 2 തവണ കൈവിട്ടുപോയ മണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നീക്കം. ഇതിന്റെ ഭാഗമായാണ് മുതിർന്ന നേതാവ് N. ശക്തനെ തന്നെ രംഗത്തിറക്കിയതും. വിജയമുറപ്പിക്കാൻ ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ മണ്ഡലത്തിലെ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നുമുണ്ട്. നെയ്യാറ്റിൻകര ഉൾപ്പെടെ ഇത്തവണ 100-ലധികം സീറ്റുകളുമായി കോൺഗ്രസ് ഭരണത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ശക്തൻ. കഴിഞ്ഞ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF നഷ്ടപ്പെട്ടതാണ് നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ആ നിയോജകമണ്ഡലത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കും, ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സംസ്ഥാന നേതാക്കന്മാർ പറയുന്നത് പോലെ 100 സീറ്റിൽ കുറയാതെ UDF ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. BJP ക്രമമായി വോട്ട് ശതമാനം കൂട്ടുന്ന നഗരസഭകളിലൊന്നാണ് നെയ്യാറ്റിൻകര. പുതിയ സംഘടനാ സംവിധാനം നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരന് ഇത് 2ാം ഊഴമാണ്. കഴിഞ്ഞ തവണ വലിയ മാർജിനിലാണ് ആൻസലിനോട് പരാജയപ്പെട്ടത്. ഇത്തവണ NDA തരംഗം കേരളത്തിൽ ഉടനീളം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജശേഖർ. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറഞ്ഞാണെങ്കിൽ ഇപ്രാവശ്യം അതെല്ലാം നമ്മൾ കൂടുതൽ മാറുമെന്നുള്ളതാണ്. കാരണം ജനങ്ങൾ മാറി തുടങ്ങിയെന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം ഫ്ലോ എങ്ങനെ വരുന്നു. കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആൾക്കാർ വിട്ട് വരികയാണ്. കാരണം സഹിക്കാൻ പറ്റാതെ മാറി വരികയാണ്. അപ്പോൾ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നല്ല രാഷ്ട്രീയം, നാട്ടിന്റെ വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണെങ്കിൽ അവരെല്ലാം ഈ BJPയോട് ചേരുന്നുള്ള യാഥാർത്ഥ്യമാണ്. വലിയ മത്സരം പ്രതീക്ഷിക്കുന്ന നെയ്യാറ്റിൻകരയിൽ 2011 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ നെയ്യാറ്റിൻകര നഗരസഭ ഭരിക്കുന്ന മുന്നണി സംസ്ഥാനം ഭരിക്കാറുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. ചരിത്രം ആവർത്തിക്കുമോ തിരുത്തി എഴുതുമോ എന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.